ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചേമ്പ് കൃഷിയെക്കുറിച്ചാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ നട്ട ചേമ്പെല്ലാം ഇത്തപ്പോര ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 മാസമേ ആയിട്ടുള്ളൂ. ഇത് നമ്മൾ ഒരു മെയ് മാസം പകുതിയോടുകൂടി നട്ടതാണ്. അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു 150 മൂടിലോളം വെച്ചിട്ടുണ്ട്, 150 മൂട്. എന്നാലും ബാക്കി കുറേ വിത്തെല്ലാം ഉണ്ടായി, നമുക്ക് നടാൻ പറ്റിയിട്ട്. അതാണ് അവിടെ ഇങ്ങനെ മുളച്ച് കാണുന്നത്. നമ്മൾ നട്ടിട്ടില്ല. അപ്പം 150 മൂട് ആണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ രീതിയിലേക്ക് നമുക്ക് എത്തിച്ചെടുക്കാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ചേമ്പ് കൃഷി തന്നെയാണ് നട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് കൂടുതൽ വളം നൽകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വിചാരിച്ചത്ര വിളവ് കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് അതിനിവിടുന്ന്. പക്ഷേ കുറച്ച് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് പന്നി ശല്യവും എലിശല്യമെല്ലാം ഉണ്ടായി. എന്നിട്ട് നമുക്ക് അതിനെല്ലാം തുരത്തിയിട്ട് നമുക്ക് ഒരു നല്ല വിളവ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു 150 മൂട് തന്നെ ഇവിടെ വെച്ചത്. അപ്പം ഇത് ഇത്തപ്പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെന്നാക്കണം എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഇതിന് ചെയ്ത എന്തെന്ന് പറഞ്ഞാൽ, ആദ്യം ഫുള്ള് ഇത് മൊത്തം പറമ്പ് മൊത്തം ഒന്ന് കിളച്ചിട്ട് തടമൊക്കെ എടുത്ത് അതിന് നമ്മൾ കുറച്ച് കുമ്മായം, എല്ലാ തടത്തിലും കുമ്മായം വിതറി 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് നട്ടത്. നടുന്ന സമയത്ത് നമ്മൾ ചാണകമാണ് ഉപയോഗിച്ചത്, ചാണകപ്പൊടിയാണ് ഉപയോഗിച്ചത് നടുന്ന സമയത്ത്. പിന്നെ നമ്മൾ തടയല്ല നട്ടിട്ടുണ്ടായത്, നമ്മൾ വിത്താണ് നട്ടിട്ടുണ്ടായിന്. എന്ത് പറഞ്ഞാൽ വിത്ത് നട്ടാൽ മാത്രമേ നമുക്ക് നല്ലോണം വിളവ് കിട്ടുള്ളൂ. തട നട്ടാൽ നമുക്ക് വിചാരിച്ചത്ര വിളവ് കിട്ടൂല. അത് നിങ്ങൾ നടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അധികം വിത്ത് നടാൻ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിച്ചത് പറഞ്ഞാൽ, അത് കുറച്ച് ഇപ്പം വന്നിട്ടാകുമ്പോൾ ഏകദേശം കുറച്ച് നല്ല ഭയങ്കര മുളച്ച് വന്ന് ഒരു മാസം കഴിയുമ്പം നമ്മൾ അതിനകത്ത് കുറച്ചും കൂടെ ചാണകവും, പിന്നെ നമ്മളടുത്ത് എന്താണ് പച്ചിലയായിട്ട് ഉള്ളത്, പച്ചില അതായത് സീമക്കൊന്നയോ എന്ത് കമ്മ്യൂണിസ്റ്റ് കാർഡോ എന്ത് ഇതാണെങ്കിലും നമുക്കതിന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റിയ പച്ചില നമ്മൾ എന്തെന്നാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൊത്തിയിട്ട് നമ്മൾ നന്നായിട്ട്, ഈ മഴയെല്ലാം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒലിച്ചെല്ലാം പോയിട്ടുണ്ട് അതിന് മണ്ണെല്ലാം, അതൊക്കെ നന്നായിട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം. അപ്പം മണ്ണൊക്കെ കയറ്റി അതിന് അരുവത്തില്ല പുല്ലെല്ലാം പൊരിച്ച് ചാടി. അപ്പം അങ്ങനെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വിളവൊക്കെ കിട്ടൂ. അപ്പോൾ ഇത്തപ്പോരെയാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മഴയെല്ലാം വരുന്ന സമയത്ത് കുറച്ച് മിക്സറും കൂടെയെല്ലാം ഇട്ട് നമുക്ക് റെഡിയായിട്ട് എടുക്കണം. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ വിളവെടുപ്പെല്ലാം നിങ്ങൾക്ക് കാട്ടിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോ ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.